കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി നേരിടുന്നത് 2 BJP പ്രവർത്തകരായ സ്ഥാനാർത്ഥികളെയാണ്. അതെങ്ങനെ സാധിക്കും എന്നുള്ളൊരു സാധാരണ സംശയം നമ്മുടെ മനസ്സിൽ വരാം അല്ലേ? എങ്ങനെയാണ് ഒരു LDF സ്ഥാനാർത്ഥി 2 BJP സ്ഥാനാർത്ഥികളെ ഒരിടത്ത് നേരിടുക? അങ്ങനെയും നേരിടാം എന്നുള്ളതാണ് ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സമവാക്യം. UDF സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് സ്വതന്ത്രനായി നിന്ന BJP പ്രവർത്തകന് കൈപ്പത്തി ചിഹ്നം നൽകി UDF സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്ന കാഴ്ച അതാണ് അവിടെ കാണുവാൻ സാധിച്ചത്. അങ്ങനെ കാണുമ്പോൾ ഉറപ്പായും അവിടുത്തെ LDF സ്ഥാനാർത്ഥി 2 BJP സ്ഥാനാർത്ഥിയെ നേരിടുക തന്നെ വേണം അല്ലേ? റിപ്പോർട്ട് കാണാം. UDF സ്ഥാനാർത്ഥിയായിരുന്ന കാര്യർ നാസറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ വെട്ടിലായ കോൺഗ്രസ് നേതൃത്വം സ്വതന്ത്രനായി നിന്ന BJP പ്രവർത്തകൻ ശ്രീലാലിന് കൈപ്പത്തി ചിഹ്നം നൽകി സ്ഥാനാർത്ഥി ആക്കുകയായിരുന്നു. എന്നാൽ തന്റെ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യേണ്ടെന്ന് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ശ്രീലാൽ പറഞ്ഞു. ഞാൻ മാത്രം എനിക്കൊരു സംഘടനാ സ്വാതന്ത്ര്യമില്ലേ? ഞാൻ BJP വേറൊരു പാർട്ടി പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ചോദ്യം വരുന്നത്, അല്ലല്ലോ. അതുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരിക്കലും ഈ വരുന്ന എന്നെ കൈപ്പത്തി ചിഹ്നത്തിൽ എന്നെ നിർത്തിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ച് ഞാനെങ്ങും പോവില്ല. മനസ്സിലായില്ലേ? ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരാം. BJP മെമ്പർഷിപ്പുള്ള ശ്രീലാൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനാൽ BJPയിൽ നിന്ന് പുറത്താക്കിയെന്ന് BJP സ്ഥാനാർത്ഥി സിന്ധു കൈരളി ന്യൂസിനോട് പറഞ്ഞു. നമ്മുടെ BJP മെമ്പർഷിപ്പുള്ള ആൾ വേറൊരു ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ നമുക്കത് ശരിയാക്കത്തില്ല. അല്ലല്ല, RSSന്റെയും BJPയുടെ ആയിരുന്നിരിക്കാം, പക്ഷേ ഇപ്പോൾ ഇല്ല. കുറേ വർഷം കൊണ്ടേ അയാൾ വിട്ട്. വൻ ചതിയിലൂടെ വിളക്കുടി ഭരണം പിടിച്ച UDFൽ നിന്ന് ജനാധിപത്യ മാർഗത്തിലൂടെ ഭരണം തിരിച്ചുപിടിക്കുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. അതേസമയം LDF സ്ഥാനാർത്ഥിയായ താൻ 2 BJP സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് മത്സരിക്കുന്നതെന്ന് സജീദ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. BJP സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഒരു BJPക്കാരനായിട്ട് സ്വതന്ത്രനായി കൊടുത്ത ആളിന് ഞങ്ങൾ തന്നെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൈപ്പത്തി ചിഹ്നം പിറ്റേന്ന് കൊടുത്ത് അദ്ദേഹം കൈപ്പത്തിയിലും BJP സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിലും നിൽക്കുന്നു. നോക്കിയപ്പോൾ 2 പേരും BJPയാണ്. അപ്പോൾ ഈ 2 BJPക്കാരെ LDF എന്നുള്ള രീതിയിൽ നമ്മൾ നേരിടുകയാണ്. പക്ഷേ നമ്മുടെ പാർട്ടിയിൽ നമുക്ക് 100% ശുഭാപ്തി വിശ്വാസമാണ്. നമ്മൾ ഉറപ്പായിട്ട് ഇവിടെ വിജയിക്കും. അത് നിസ്സാരം കൊണ്ടുപോകും. കുറച്ച് വീടുകളിലെ നമുക്ക് വരിക്കോട് ജംഗ്ഷനിൽ കയറാം. ഓക്കെ, ഇന്നലെ വരെ സ്ഥാനാർത്ഥി കുട്ടികൾ വോട്ട് ചെയ്യും. അമ്മയെ നമ്മൾ കൊണ്ടുപോകും. എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അമ്മ വരത്തില്ലേ? അത് നമുക്ക് കൊണ്ടുപോകാം. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഇന്ന് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ ഏറെ വിവാദമായ ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ UDFന്റെ 5-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയുടെ, അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഇവിടെ സ്വതന്ത്രനായി നിന്ന RSS നേതാവ് BJP പ്രവർത്തകനായ ശ്രീലാലിനെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇവർ കൈപ്പത്തി ചിഹ്നം കൊടുത്ത് കോൺഗ്രസ്സുകാരനാക്കി മാറ്റി. BJP ഇദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു. വിളക്കുടിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.